ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുതിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഫിഷ് എങ്ങനെ ടേസ്റ്റിയായി പൊരിച്ചെടുക്കാം എന്നാണ്. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫിഷ് ബയാദ് ഒരു 6 പീസാണ് എടുത്തിട്ടുള്ളത്. 6 പീസ് ഫിഷ് ബയാദാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചേർക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത് രണ്ടും നല്ല അരച്ച് പേസ്റ്റാക്കി വെക്കുക. ശേഷം 2 ടീസ്പൂണ് മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. മുളക് പൊടി 2 ടീസ്പൂണ്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ച് പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇവ രണ്ടും മിക്സാക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂണ് ഓയിൽ, 1/2 ടീസ്പൂണ് റൈസ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈമൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇതിൽ നിന്ന് എടുത്ത ശേഷം ഫ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ വേവിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തീയാക്കി വെക്കുക. നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.